ഈ 14-ാം തീയതി വൈകിട്ട് 5 തുടങ്ങി 7 വരെയാണ് പ്രമാദമായ നമ്മുടെ മെത്രാൻ സിനഡ് കൂടുന്നത്. അപ്പോൾ സ്വാഭാവികമായും സിനഡ് തീരുമാനങ്ങൾ പുറത്തു വരുന്നത് 15-നായിരിക്കണം, ശരിയല്ലേ? അതിനു പകരം ഇപ്പോൾ ഒരു ഡോക്യുമെൻ്റ് പുറത്തു വന്നിരിക്കുന്നു. 9-ാം തീയതി തുടങ്ങി സോഷ്യൽ മീഡിയയിൽ വളരെയധികം ട്രെൻഡ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റാണ് ഇത്. 15-ന് പുറത്തിറക്കാൻ പോകുന്ന സിനഡാനന്തര സർക്കുലറിൻ്റെ നക്കലാണെന്ന് തോന്നത്തക്ക രീതിയിൽ, എന്നാൽ ആരുടെയും ഒപ്പോ സീലോ ഇല്ലാത്തതായിരുന്നു ഈ പറഞ്ഞ ഡോക്യുമെൻ്റ്. ഇത് ഫേക്കാണോ അല്ലയോ എന്ന് ഇതുവരെ തെളിയിക്കപ്പെട്ടിരുന്നില്ല. എന്നാൽ 10-ാം തീയതി ഇതേ ഡോക്യുമെൻ്റ് മേജർ ആർച്ച് ബിഷപ്പിൻ്റെയും എറണാകുളം അതിരൂപതയുടെ അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂരിൻ്റെയും കയ്യൊപ്പും ഒഫീഷ്യൽ സീലുമായി പുറത്തു വന്നു. ഇതോടെ ഈ ഡോക്യുമെൻ്റ് ഓഥൻറ്റിക് അല്ലെങ്കിൽ ജെനുവൈൻ ആണെന്ന് ഏറെക്കുറെ ബോധ്യമായിരിക്കുകയാണ്. ജൂലൈ 3-ാം തീയതിക്ക് ശേഷം അൾത്താരാഭിമുഖ കുർബാന അർപ്പിക്കുവാൻ, അതായത് സിനഡ് കുർബാന അർപ്പിക്കുവാൻ തയ്യാറാകാത്ത വൈദികരെ പുറത്താക്കും എന്നുവരെയുള്ള ഭീഷണിയാണ് അവർ അതിൽ മുഴക്കിയിരിക്കുന്നത് ഈ സർക്കുലറിൽ. എന്നാൽ സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ മെത്രാപ്പോലീത്തയും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ മെത്രാനും സംയുക്തമായി പുറപ്പെടുവിച്ച സർക്കുലർ തള്ളിക്കളയുന്നുവെന്ന് അതിരൂപത സംരക്ഷണ സമിതി അടിയന്തിരമായി കൂടിയ യോഗം തീരുമാനിച്ചു. അതുപോലെ തന്നെ ചുണങ്ങുംവേലി നിവേദിതയിൽ അടിയന്തിരമായി കൂടിയ വൈദിക യോഗത്തിൽ 300ഓളം വൈദികർ പങ്കെടുത്തു. 1ഉം 2ഉമല്ല, 300ഓളം. ജൂലൈ 3-ന് ശേഷവും ജനാഭിമുഖ കുർബാന തങ്ങൾ തുടരുമെന്ന് അവർ ഐക്യകണ്ഠേന പ്രഖ്യാപിച്ചു. മേജർ ആർച്ച് ബിഷപ്പും പെർമനൻ്റ് സിനഡ് അംഗങ്ങളും മെയ് മാസത്തിൽ റോമിൽ പോയപ്പോൾ മാർപ്പാപ്പ പറഞ്ഞത്, ഒരു വ്യക്തിസഭ എന്ന നിലയിൽ ലിറ്റർജി വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് സീറോ മലബാർ സഭ തന്നെയാണെന്നാണ്. എന്നാൽ തീരുമാനമെടുക്കുമ്പോൾ അർപ്പണ രീതിയെപ്പറ്റിയുള്ള തർക്കങ്ങളെക്കാൾ കുർബാനയുടെ ഫലദായകത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് അന്ന് മാർപ്പാപ്പ പറഞ്ഞിരുന്നു. മാർപ്പാപ്പയുടെ ഈ വാക്കുകളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ്, അവയ്ക്ക് പുല്ലുവില കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഇവർ ഈ സർക്കുലർ ഇറക്കിയിരിക്കുന്നത്. സീറോ മലബാർ സഭ സിനഡ് അടിയന്തരമായി ഓൺലൈനായി ജൂൺ 14-ന് കൂടുവാൻ ഇരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാമായിരുന്നു അത്, നമുക്കെല്ലാം അറിയാമത്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന അർപ്പണ വിവാദത്തിന് പരിഹാരം കാണുകയായിരുന്നു അതിൻ്റെ ഏക അജണ്ട. എന്നാൽ ജൂൺ 9-ന് തന്നെ ആദ്യം ഫേക്കായിട്ടും തൊട്ടടുത്ത ദിവസം മേജർ ആർച്ച് ബിഷപ്പും അഡ്മിനിസ്ട്രേറ്ററും ഒപ്പിട്ടും അതേ സർക്കുലർ പുറത്തിറങ്ങി. സ്വാഭാവികമായും ഇതിനെ വൈദികരും എറണാകുളത്തെ വിശ്വാസികളും ഒരേ സ്വരത്തിൽ അപലപിച്ചു കൊണ്ടിരിക്കുന്നു. ഈ സർക്കുലറിൽ പറയുന്ന പോലെ ജൂലൈ 3-ന് ശേഷം ഏകീകൃത കുർബാന ചൊല്ലാതിരിക്കുന്ന വൈദികരെ പുറത്താക്കുമെന്ന പെർമനൻ്റ് സിനഡിൻ്റെ തീരുമാനത്തെ പല മെത്രാന്മാരും തീർച്ചയായും അംഗീകരിക്കില്ല. ഇത് മനസ്സിലാക്കിയ ചില കൽതായ കുതന്ത്ര മെത്രാന്മാർ കണ്ടുപിടിച്ച മാർഗമാണ് സർക്കുലറിൻ്റെ ഡ്രാഫ്റ്റ് രൂപത്തിൽ സൂത്രത്തിൽ ചോർത്തി പുറത്താക്കുക എന്നത്. കൂടാതെ സിനഡ് കൂടുന്നതിന് മുമ്പ് തന്നെ ഭീഷണിയുടെയും അധാർമികതയുടെയും ചുവയോടെ അവർ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. സീറോ മലബാർ സിനഡിനെ അപഹസിക്കുന്ന ഇത്തരം സർക്കുലർ കത്തോലിക്ക സഭയ്ക്ക് തന്നെ അപമാനമാണെന്ന് കൺവീനർ ഫാദർ സെബാസ്റ്റ്യൻ തളിയൻ പ്രഖ്യാപിച്ചു. 14-ാം തീയതി കൂടുന്ന സിനഡ് എടുക്കേണ്ട തീരുമാനങ്ങൾ 9-ാം തീയതി ഒപ്പും സീലുമായി പുറത്തു വന്നു. ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ആ സർക്കുലർ അസാധുവാണെന്ന് ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ പ്രസ്താവിച്ചു. നാണമോ മാനമോ ആത്മാഭിമാനമോ അന്തസ്സോ ഉള്ള നല്ല കുടുംബത്തിൽ ജനിച്ച ഏതെങ്കിലും ബിഷപ്പുമാർ നമ്മുടെ സഭയിൽ ബാക്കി ഉണ്ടോ എന്ന് നമുക്ക് ഈ 14-ാം തീയതി നേരിട്ട് കണ്ട് മനസ്സിലാക്കാം. അങ്ങനെയുള്ള ഏതെങ്കിലും ബിഷപ്പുമാർ നമ്മുടെ സഭയിലുണ്ടെങ്കിൽ അവർ ഈ സിനഡിൽ പങ്കെടുക്കില്ല, വിട്ടുനിൽക്കും, അവരത് ബോയ്ക്കോട്ട് ചെയ്യും. ഐക്യപ്പെടാൻ സാധിക്കാത്ത രീതിയിൽ നമ്മുടെ സഭ പിളർന്നുപോയി. ഇനി മാന്യമായ ഒഫീഷ്യലായ ഒരു വേർപാടാണ് ഏറ്റവും അനുയോജ്യം. കേരള സഭയുടെ ചരിത്രത്തിൽ ഇത് മിന്നമൊന്നുമല്ല. നമ്മുടെ പൂർവികർ കാണിച്ച തൻ്റെ ഇടത്തിൻ്റെ പകുതിയെങ്കിലും കാണിക്കുവാൻ നമ്മൾ ഈ തലമുറ തയ്യാറാകണം.
നമ്മുടെ ഈ സഭ സ്വേച്ഛാധിപതികളോടും അവരുടെ അടിമ കൽദായരോടും പോയി തോടുതേകാൻ പറയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.